ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മനോഹരമായൊരു ട്രഡീഷണൽ മോഡൽ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. നല്ലൊരു ലൊക്കേഷനിലാണ്. കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി, എടപ്പള്ളിയിൽ നിന്ന് 8 കിലോമീറ്ററോളം ദൂരത്തായി, പുക്കാട്ടുപടി എടപ്പള്ളി ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ്. 2018 ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഫോൾഡിംഗ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. 6 സെൻറ്റ് 2850 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുകളായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരവും, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15ഓളം കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്ത് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 2 കാറുകൾ, ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശത്തേക്ക് പോയാൽ ഇവിടെയെല്ലാം ഡ്രസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കോമൺ ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും മാത്രമല്ല ഒരു വർക്ക് ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിറക് ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാവുന്ന ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണറാണ് നമ്മൾ കണ്ടത്. കിണർ വെള്ളമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. ഇവിടെ എല്ലാം ഷീറ്റ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കല്ലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച പഴയ മണലും ചെങ്കല്ലെല്ലാം യൂസ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ട്രഡീഷണൽ മോഡലിൽ ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ ഇവിടെ എല്ലാം ഷീറ്റ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല സ്റ്റോറേജ് സൗകര്യം ഇവിടെ എല്ലാം വീടിന് ചുറ്റും നമുക്ക് കാണാം. ഷീറ്റ് വർക്ക് എല്ലാം ചെയ്ത് നല്ല സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. മാക്സിമം യൂസ് ചെയ്ത് 6 സെൻറ്റ് മാക്സിമം യൂസ് ചെയ്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശത്തു നിന്ന് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോർ റെൻറ്റിന് നൽകാവുന്ന വിധത്തിലാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം തേക്ക് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളോടുള്ള ഒരു ഡോറാണ്. മണിച്ചിത്ര താഴെല്ലാം നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്ന ഒരു ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ ലിവിങ് സ്പേസ്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു പ്രൗഢിയോട് കൂടിയ ഈ വീട് 6 സെൻറ്റിൽ 2850 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസിൻ്റെ ഒരു സൈഡിലായി ഇവിടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ധാരാളം കിച്ചൺ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. വർക്ക് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു 3rd വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗം നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താൽ മനോഹരമായി നല്ലൊരു വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടത്. ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂമിന് കൂടെ അറ്റാച്ച്ഡ് ബാത്റൂം നൽകി തന്നെയാണ് ആ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൽക്കാലം അതിൻ്റെ വീഡിയോ ലഭ്യമല്ല. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്ന ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു സ്റ്റോറേജ് റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഔട്ട്സൈഡിൽ നിന്നും പുറത്തു നിന്നും വേറൊരു സെപ്പറേറ്റ്ലി സ്റ്റെയർ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവൈലബിൾ ആണ്.
കിച്ചണാണ്. കിച്ചണും സ്റ്റോറേജ് സൗകര്യമാണ് നമ്മൾ ഈ കണ്ടത്. നമുക്കിനി ഇവിടുത്തെ അടുത്ത ചെറിയൊരു ബെഡ്റൂമാണിത്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടില്ല. നേരെ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്റ്റെയർകേസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. റെൻ്റ് ഔട്ട് നൽകിയാൽ ഈ ഒരു ഭാഗത്ത് ആയിരിക്കും അതിൻ്റെ സ്റ്റെയർ വരിക. ഡയറക്റ്റ്ലി ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി വരുന്ന രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ലൊക്കേഷനിൽ ഫസ്റ്റ് ഫ്ലോറെല്ലാം റെൻറ്റ് നൽകിയൊരു 15,000 രൂപ വരെ ലഭിക്കുന്നതാണ്. 3 ബെഡ്റൂമുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കണ്ടു. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം ലഭ്യമാണ്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം, വാൾഡ്രോബ് സൗകര്യം ലഭ്യമാണ്. മാത്രമല്ല ടോട്ടലായി വരുന്നത് 5 ബെഡ്റൂമുകളാണ്. 5 ബെഡ്റൂമുകളും 2 കിച്ചണും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് വീടിൻ്റെ ഉൾവശത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 6 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2850 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വരുന്നത്. മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി, എടപ്പള്ളിയിൽ നിന്ന് 8 കിലോമീറ്ററോളം ദൂരത്തായും, സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം മാത്രം ദൂരത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുടമ സ്വന്തം താമസിച്ചു വേണ്ടി നിർമ്മിച്ച ഈ വീടിന് വിലാഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.